എൻവയോൺമെൻറ്റിൽ നിന്ന് എല്ലാ വർഷവും UPSC പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ് സ്പീഷീസ്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസ്, അതായത് കഴിഞ്ഞൊരു വർഷം ന്യൂസിൽ വന്ന ഈ വർഷം UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് സ്പീഷീസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് വിൽ സീ റിഗാർഡിംഗ് ദ റിമൈനിങ് സ്പീഷീസ് ദാറ്റ് വെർ ഇൻ ന്യൂസ്. ആൻഡ് കറൻറ്റ്ലി നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടെറസ്ട്രിയൽ ആനിമൽസ് ആണ്, അതായത് കരയിൽ കാണുന്ന ആനിമൽസ് വിച്ച് വെർ ഇൻ ന്യൂസ്. നമ്മൾ ഓൾറെഡി ഏഷ്യാറ്റിക് ലയൺ, റോയൽ ബംഗാൾ ടൈഗർ, ഏഷ്യാറ്റിക് എലഫന്റ്, റൈനോ പോലുള്ള ആൾക്കാരെ പറ്റി ഓൾറെഡി നോക്കിയിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ സ്പീഷീസ് ഇൻ ന്യൂസിന്റെ പാർട്ട് 1 ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ വിൽ ബി കണ്ടിന്യൂ വിത്ത് ദ സ്പീഷീസ് ഇൻ ന്യൂസ്. ദിസ് ഇസ് പാർട്ട് 2. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ആള് നമ്മളുടെ കേരളത്തിന്റെ സ്വന്തം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിന്റെ സ്വന്തം എന്നറിയപ്പെടുന്ന ദാറ്റ് ഈസ് ദി നീൽഗിരി താർ. നമ്മൾ മലയാളത്തിൽ വരയാട് എന്ന് പറയുന്നതാണ് നീൽഗിരി താർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മൂന്നാർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എരവിക്കുളം നാഷണൽ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, എരവിക്കുളം നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത് നീൽഗിരി താർ എന്ന് പറയുന്ന ഈ ഒരു മൗണ്ടെയിൻ ഉംഗ്ലേറ്റ് സ്പീഷീസ്. അപ്പോൾ എന്താണ് നീൽഗിരി താറിനെ പറ്റി ന്യൂസിൽ വന്നത്, വൈ ഇറ്റ് വാസ് ഇൻ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം കേരളവും തമിഴ്നാടും കൂടി ഒരു ജോയിന്റ് സെൻസസ് നടത്തിയിരുന്നു. നീലഗിരി താറിന്റെ പോപ്പുലേഷനെ പറ്റി പഠിക്കാനായിട്ട് ഒരു ജോയിന്റ് സെൻസസ് നടത്തിയിരുന്നു. ആ ജോയിന്റ് സെൻസസ് പ്രകാരം അറൌണ്ട് 2600 മേലെ നീലഗിരി താഴ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ദാറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടും. അറൌണ്ട് 1365 കേരളത്തിലും അറൌണ്ട് 1303 തമിഴ്നാട്ടിലുമുള്ള പോലെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. ആൻഡ് നീലഗിരി താറിന്റെ IUCN റെഡ് ലിസ്റ്റ് സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് ആണ്. WPA വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 ആണ്. 2022 അമെന്റ്മെന്റിന് ശേഷം ആനിമൽസിന് കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾ 1 അല്ലെങ്കിൽ ഷെഡ്യൂൾ 2 ആണ്. അപ്പോൾ മിക്ക ആനിമൽസും ഷെഡ്യൂൾ 1 ആണ്. ഷെഡ്യൂൾ 2 ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ആൻഡ് സൈറ്റ്സിൽ ആക്ച്വലി നീലഗിരി താർ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്നാർ അല്ലെങ്കിൽ ആ ഭാഗത്താണ് കൂടുതൽ കാണാന്ന് പറയുമ്പോൾ അവരുടെ ഹാബിറ്റാറ്റിനെ പറ്റി ഒരു ബേസിക് ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരും. യൂഷ്വലി കോൾഡായ ഹില്ലി ടെറൈൻസിലാണ് കാണാൻ പറ്റുക. ഹിമാലയ പോലെയുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ല, അതിനൊക്കെ ഓൾട്ടിറ്റ്യൂഡ് കുറവുള്ള ഹില്ലി ടെറൈൻസിലാണ് കാണാൻ പറ്റുക. പൊതുവെ ഇവരുടെ ഇമേജ് ഒക്കെ ലൈക്ക് മലയാളം ന്യൂസ് പേപ്പറിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടാവും, ഈ മലകളുടെ പാറക്കെട്ടിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ടൈപ്പ് ഓഫ്, അതാണ് ഈ പറയുന്ന നീലഗിരി താർ. സോ ദേ ആർ അഡോപ്റ്റഡ് ടു കോൾഡ് വെറ്റ് എൻവയോൺമെന്റ്സ് ഓഫ് ഹൈ എലിവേഷൻസ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ദേ ആർ ഡയേണൽ എന്ന് പറഞ്ഞാൽ എന്താ, രാത്രിയും പകലും ഒരേപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡയേണൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി അത് ഓർത്ത് വയ്ക്കണം. കാരണം UPSC ചോദിക്കുന്നത് ഒരു ലിസ്റ്റ് ഓഫ് സ്പീഷീസ്, ഇതിൽ ഏതൊക്കെയാണ് ഡയേണൽ അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് നോക്ടേണൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആൻഡ് ദേ ഹാവ് ഹൈ സ്ട്രെസ് ടോളറൻസ് ആൻഡ് ദേ ഹാവ് സെക്ഷുവൽ ഡൈമോർഫിസം. സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, മെയിൽ ആൻഡ് ഫീമെയിൽ ഒരേപോലെയല്ല, രണ്ടുപേരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൽസ് ആർ ലാർജർ ആൻഡ് ഡാർക്കർ. ഫീമെയിലിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽസ് എന്താണ്, കുറച്ചുകൂടി സൈസ് കൂടുതലാണ്, അതേപോലെ ഡാർക്കർ കളറാണ്. അഡൾട്ട് മെയിലിനെ സാഡിൽ ബാക്സ് എന്നും വിളിക്കും. സാഡിൽ ബാക്സ് എന്ന് വിളിക്കാൻ കാരണം അവരുടെ പുറം ഭാഗത്തായിട്ട് ദേ ഹാവ് എ ഗ്രേ പാച്ച്, ഒരു ഗ്രേ പാച്ച് ഉള്ളത് കൊണ്ട് സാഡിൽ ബാക്സ് എന്ന് പറയപ്പെടും. ലൈഫ് സ്പാൻ വളരെ കുറവാണ്. ഓപ്പൺ കണ്ടീഷനിൽ അറൌണ്ട് 3 to 3.5 ഇയേഴ്സ് വരുന്നുള്ളൂ. നേരെ മറിച്ച് ക്യാപ്റ്റിവിറ്റിയിൽ അവർക്ക് നമ്മൾ ഐഡിയൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ 9 ഇയേഴ്സ് വരെ പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതല്ലാതെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതർ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ദിസ് ഇസ് ദി ഓൺലി മൗണ്ടെയിൻ ഉംഗ്ലേറ്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ സതേൺ ഇന്ത്യ. ഉംഗ്ലേറ്റ് സ്പീഷീസ് പറഞ്ഞാൽ എന്താ, ദ സ്പീഷീസ് നമ്മൾ മലയാളത്തിൽ പറയാം കുളമ്പും കൊമ്പുമുള്ള സ്പീഷീസിനാണ് പൊതുവെ ഉംഗ്ലേറ്റ് എന്ന് പറയാം. സോ മൗണ്ടെയിൻ ഉംഗ്ലേറ്റ് സ്പീഷീസ് ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ ആര് മാത്രമേ ഉള്ളൂ, നീലഗിരി താർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൺലി എന്നൊക്കെ കേൾക്കുമ്പോൾ എലിമിനേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഹിമാലയത്തിൽ ഇപ്പോൾ ഹിമാലയൻ ഐബക്സ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഡയണൽ സ്പീഷീസ് വിച്ച് യു ഓൾറെഡി ഡിസ്കസ്ഡ്. ആൻഡ് നമ്മുടെ പണ്ടത്തെ തമിഴ് സംഘം പീരീഡിലെ സിലപ്പതികാരൻ പോലുള്ള പുസ്തകത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കലിയും സിഗ്നിഫിക്കൻ്റ് ആയ ആനിമലാണ് എന്ത്, നമ്മുടെ നീലഗിരി താർ. നീലഗിരി താറിനെ പറ്റി ഏറ്റവും പ്രൈമറിലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റ് ആണെന്ത്, ദേ ആർ എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ ഇവരെ കാണാൻ പറ്റുള്ളൂ, എസ്പെഷ്യലി ദി സതേൺ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ കൂടുതൽ പോപ്പുലേഷൻ വരുന്നത് കേരള, തമിഴ്നാട് റീജിയനിലാണ്. ട്രോപ്പിക്കൽ മൗണ്ടെയിൻ ഗ്രാസ്ലാൻഡ്സ്, ഷോല ഫോറസ്റ്റ് പോലെ ഭാഗത്താണ് ജീവിക്കുക. ആൻഡ് ഏറ്റവും കൂടുതൽ ഇവരുടെ കോർ പോപ്പുലേഷൻ, ഈ പറയുന്ന നീലഗിരി താറിന്റെ കോർ പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയായിരിക്കും, എരവിക്കുളം നാഷണൽ പാർക്ക്. എവിടെയാണ്, മൂന്നാറിലുള്ള എരവിക്കുളം നാഷണൽ പാർക്കിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ.
ഇനി നീലഗിരി താറിന് വേണ്ടി കൺസർവേഷൻ മെഷേഴ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ട്? കൺസർവേഷൻ മെഷേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ വാസ് പ്രൊജക്ട് നീലഗിരി താർ 2022 to 2027 വരെ ഒരു 5 വർഷത്തെ എയിമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നീലഗിരി താർ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ്. അപ്പോൾ ബേസിക്കലി സയന്റിഫിക് സ്റ്റഡി പ്രകാരവും അവരുടെ റീപ്രൊഡക്ഷൻ വഴിയൊക്കെ അവരുടെ പോപ്പുലേഷനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി വന്ന പ്രോഗ്രാമാണ് എന്ത്? നീലഗിരി താർ. അപ്പൊ ഇതേപോലെ ഓരോ സ്പീഷീസിന്റെയും എന്തുകൊണ്ടായിരുന്നു അത് ന്യൂസിൽ വന്നത്, എന്തൊക്കെയാണ് അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് അവരുടെ അതർ ക്യാരക്ടറിസ്റ്റിക്സ്, കൺസർവേഷൻ സ്റ്റേറ്റസ് എന്ത്, അവരുടെ കൺസർവേഷൻ എഫേർട്സ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഗ്ലോബലി എങ്ങനെ, ഇന്ത്യയിൽ എങ്ങനെ, ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ഓരോ സ്പീഷീസിനെ പറ്റി പഠിക്കണം. നീലഗിരി താറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസിൽ വന്ന ധോൾ എന്ന് പറയുന്നതാണ്. ധോൾ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് ആണ്, ശരിക്കും ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്. അതിനെ കോമൺലി അല്ലെങ്കിൽ ലോക്കലി വിളിക്കുന്ന പേരാണെന്ത്? ധോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഇമേജ് ഒന്ന് നോക്കി നോക്കാം. ഇറ്റ്സ് സ്റ്റേയിങ് സംവർ ബിറ്റ്വീൻ ഡോഗ് ആൻഡ് ഫോക്സ് അല്ലെ. ഒറ്റയടിക്ക് ഫോക്സിലെ കുറുക്കൻ്റെയും ഒരു ഫീച്ചർ പോലെ തോന്നുന്നുണ്ട്. ബ്രൗൺ കളർ സ്കിന്നായിട്ട് അടിഭാഗത്തൊക്കെ ആയിട്ട് വൈറ്റ് പാച്ചസ് ആയിട്ട്. യു ക്യാൻ സീ ടെയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഡോഗിന്റെ പോലെയല്ല, ഫർ നിറഞ്ഞ തിക്ക് ടെയിലാണ്. ആൻഡ് തിക്ക് ടെയിൽ ദാറ്റ് ഈസ് ഹാവിങ് എ ബ്ലാക്ക് കളർ ടുവേർഡ്സ് ദി ബോട്ടം അല്ലെ, താഴേക്ക് ഒരു ബ്ലാക്ക് കളർ ആയിട്ട്. നിങ്ങൾക്ക് സറൗണ്ടിങ് റീജിയനും കാണാൻ പറ്റും. അത്യാവശ്യം ലൈക്ക് ഗ്രാസ് ഒക്കെ നിറഞ്ഞ ഇത്തിരി ഫോറസ്റ്റഡ് റീജിയൻ ആണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഇതിന് പിന്നീടായിട്ട് മറ്റൊരു വൈൽഡ് ഡോഗിനെ കാണാം. സോ ബേസിക്കലി ദേ വിൽ ബി ലിവിങ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ബേസിക്കലി ആ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക, നമുക്ക് കുറേ ഡേറ്റ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് ഓർ ധോൾ നമ്മൾ IUCN ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻഡേഞ്ചർഡ് ആണ്. WPL ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2 ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ധോൾ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് ഈ തവണ ന്യൂസിൽ വന്നത്? സോ ധോൾ എന്ന് പറയുന്നത് ലൈക്ക് യൂഷ്വലി നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, സെൻട്രൽ ഇന്ത്യ ഭാഗത്താണ് കൂടുതൽ കാണുന്നത്. നോർത്ത് ഈസ്റ്റിൽ എസ്പെഷ്യലി ആസാം ഭാഗത്തൊന്നും അധികം ലൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ അത് കാണാൻ പറ്റിയിരുന്നില്ല, പിന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റീസെന്റ് കാസിരംഗ കർബി ആംഗ്ലോങ് റീജിയനിൽ, കാസിരംഗ കർബി ആംഗ്ലോങ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആസാമാണ്. ആ റീജിയനിൽ ഈ ധോളിന്റെ റീഅപ്പിയറൻസ് കൺഫേം ചെയ്തു. അതായത് അവരെ വീണ്ടും കാണാൻ പറ്റുന്ന പോലെ ചെയ്തു. അവരെ ലോക്കലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവർ രണ്ടാമത് അവിടെ കണ്ടു എന്ന് പറഞ്ഞ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസിരംഗ കർബി ആംഗ്ലോങ് എന്ന് പറയുമ്പോൾ ആസാം ആ ഭാഗത്തും അവരുണ്ടെന്നുള്ള കാര്യം അതാണ് ഓർക്കേണ്ടത്. ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റസ്റ്റി റെഡ് കോട്ട് ആണ്. ബുഷി ബ്ലാക്ക് ടിപ്ഡ് ടെയിൽ, ഒരു ബുഷ് പോലെയുള്ള ബ്ലാക്ക് ടിപ്പ് ടെയിൽ ആണ്. ലൈഫ് സ്പാൻ നമ്മുടെ നോർമലി നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റു ഡോഗിന് സിമിലർ ആണ്. 10 to 13 ഇയേഴ്സ് മാത്രമാണ് ലൈഫ് സ്പാൻ. ഇവരുടെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ കൺസിഡർഡ് ടു ബി എ സോഷ്യൽ കാർണിവോർ. സോഷ്യൽ കാർണിവോർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പായിട്ട് പാക്ക് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ സോളിറ്ററി അല്ല, കൂട്ടമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നോർമലി കാണാൻ പറ്റുക? ഡെൻസ് ഫോറസ്റ്റ്, സ്ക്രബ് ലാൻഡ്, മൗണ്ടൈനസ് ടെറൈൻസ് പോലുള്ള സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം അവരുടെ സൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഒരു ഡോഗിന്റെ സൈസ് തന്നെയാണ്. അപ്പൊ അവരുടെ സൈസിന് പറ്റിയ പ്രേ ഉള്ള സ്ഥലങ്ങൾ, മേ ബി ഈ കാട്ടുമുയൽ പോലുള്ള സാധനങ്ങൾ, ചെറിയ ആന്റിലോപ്സ് ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ബേസിക്കലി അവരെ കാണുക. ആൻഡ് ദ വർക്ക് ആസ് എ പാക്ക് ഓർ എ ഗ്രൂപ്പ്. പാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാക്ക് ഈസ് മെട്രിയാർക്കൽ. മെട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ ലെഡ് ആണ് പാക്ക്. ആൻഡ് ദേ ആർ ഹൈലി കോർഡിനേറ്റഡ് ഹണ്ടേഴ്സ്. കൂട്ടമായിട്ടായിരിക്കും അവർ ഹണ്ട് ചെയ്യുന്നുണ്ടാവുക. They plays a vital role in maintaining prey population balance, obviously. And മോർണിംഗിലോ ലേറ്റ് ഈവനിങ്ങിലാണോ മേജർലി ഇവരുടെ ഹണ്ടിങ് വരുന്നത്. ഓക്കെ, ഇനി ഗ്ലോബലി ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ ഭാഗത്ത് ജനറലി കാണാൻ പറ്റും, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് ഭാഗത്ത് കാണാൻ പറ്റും, സെൻട്രൽ ഇന്ത്യ ഭാഗത്ത് കാണാൻ പറ്റും. ആൻഡ് സൗത്ത് ലൈക്ക് അങ്ങനെയുള്ള ഭാഗങ്ങൾ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഈസ്റ്റിലും ഇപ്പോൾ ആസാമിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും കാണാൻ പറ്റും. ഗ്ലോബലി ഏഷ്യയിലാണ് മേജർലി കാണാൻ പറ്റുക. സൗത്ത് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇവരിങ്ങനെ ലൈക്ക് വളരെ സ്പെസിഫിക് ആയ ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് ചെയ്യാനും പറ്റി ഒന്ന് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അത്ര സിഗ്നിഫിക്കൻ്റ് ആയി ചോദിക്കാൻ സാധ്യത തോന്നുന്നില്ല. ആൻഡ് ഇവരെ കൺസർവേഷന് വേണ്ടിയിട്ട് വി ഹാവ് ദി ധോൾ കൺസർവേഷൻ ബ്രീഡിംഗ് പ്രോഗ്രാം. ഓക്കെ, ഇനി അടുത്ത ആനിമൽ സ്ലോത്ത് ബെയർ. സ്ലോത്ത് ബെയർ ലോകത്ത് ഏകദേശം 8 ടൈപ്സ് ഓഫ് ബെയർ പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ആ 8 ടൈപ്പിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് സ്ലോത്ത് ബെയർ. സ്ലോത്ത് എന്ന് പറയുന്ന ഒരു ആനിമലിനെ പറ്റി നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഓസ്ട്രേലിയയിലൊക്കെ കാണുന്ന സ്ലോത്ത്. ആ സ്ലോത്തിൽ സിഗ്നിഫിക്കൻസ് അവരുടെ നെയിൽ, ക്ലോ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെ വളരെ ഒരു ഹുക്ക് പോലെയായിരിക്കും. അപ്പോൾ അതേപോലെ ക്ലോസ് ഉള്ള ആൾക്കാരാണ് സ്ലോത്ത് ബെയർ. നിങ്ങൾക്ക് ഇവരുടെ ക്ലോസ് ഈ ഇമേജ് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. യു ക്യാൻ സി ആ ഒരു ഹുക്ക് പോലെ ലൈക്ക് ഇങ്ങനെ ബെൻഡഡ് ആയിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നതാണ് ഇവരുടെ ക്ലോസും. ഓക്കെ, സോ സ്ലോത്ത് ബെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ IUCN റെഡ് ലിസ്റ്റിൽ ദേ ആർ കൺസിഡർഡ് ടു ബി വൾണറബിൾ,
WPA ഷെഡ്യൂൾ 1 ആണ്, സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. എന്തുകൊണ്ടാണ് സ്ലോത്ത് ബെയർ ഇപ്പോൾ ന്യൂസിൽ വന്നത്? അതായത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്. ആ സെൻട്രലി സ്പോൺസേഡ് സ്കീമിനുള്ളിൽ സ്ലോത്ത് ബെയറിനെ സ്പീഷീസ് റിക്കവറി പ്രോഗ്രാമിന് വേണ്ടി ഇപ്പൊ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത് സ്പീഷീസ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ലൈക്ക് സ്ലോത്ത് ബെയർ എന്ന് പറയുന്ന സ്പീഷീസിനെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി അവരുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലോകത്ത് കാണുന്ന 8 ബെയർ പോപ്പുലേഷൻ ബെയർ സ്പീഷീസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ ആണ് സ്ലോത്ത് ബെയർ. ദേ ഹാവ് ലോങ് ഷാഗി ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് ഫർ. ഇമേജിൽ തന്നെ കാണാൻ പറ്റുമല്ലോ, ബ്രൗൺ ഓർ ബ്ലാക്ക് ഫർ ആണ് നോർമലി കാണാൻ പറ്റുന്നത്. ആൻഡ് കേർവ്ഡ് ക്ലോസ് നമ്മളിവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഹുക്ക് പോലെയുള്ള കേർവ്ഡ് ക്ലോത്ത്സ് ആണ് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് എമംഗ് ബെയർ സ്പീഷീസ്. ബെയർ സ്പീഷീസിനിടയിൽ ഏറ്റവും നീളം കൂടിയ ക്ലോസ് ഉള്ള ആളാണ് അത് സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോസ് വരുന്നത് കൊണ്ടും അതേപോലെ തന്നെ സ്ലോത്തിന് റിസംബ്ലൻസ് ഉള്ള ടൈപ്പ് ഓഫ് ടീത്തും ഉള്ളത് കൊണ്ടാണ് ഇവരെ നമ്മൾ സ്ലോത്ത് ബെയർ എന്ന് വിളിക്കുന്നത്. അവരുടെ ക്ലോസും അങ്ങനെയാണ്, അപ്പോൾ സ്ലോത്തിന് സിമിലറായ ടീത്തും വരുന്നതുകൊണ്ട് നമ്മൾ അവരെ സ്ലോത്ത് ബെയർ എന്ന് വിളിക്കും. സ്ലോത്ത് ബെയറിന്റെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ദേ ആർ കൺസിഡർഡ് ടു ബി സോളിറ്ററി. സോളിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയ്ക്ക് നടക്കുന്ന ഗ്രൂപ്പായി നടക്കാത്ത ആൾക്കാരാണ് ഇവരെ സ്ലോത്ത് ബെയർ. ആൻഡ് ദേ ആർ മോസ്റ്റ്ലി നോക്ടേണൽ. രാത്രിയാണ് അവരുടെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ദേ ഫോറേജിങ് ഫോർ ഫുഡ് അറ്റ് നൈറ്റ് ആൻഡ് റെസ്റ്റിംഗ് ഇൻ സെക്യൂർഡ് ലൊക്കേഷൻ ഡ്യൂറിംഗ് ദി ഡേ. ഡേ ടൈമിൽ സേഫ് ആയ അധികം ആരുടെ കണ്ണിൽ പെടാത്ത സ്ഥലത്ത് പോയി റെസ്റ്റ് എടുക്കും. നൈറ്റ് ടൈമിൽ ഫുഡിന് വേണ്ടി ഹണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്ലോത്ത് ബെയർ. അടുത്ത ടേം നോക്കി നോക്കിയാൽ ദേ ആർ മൈർമെക്കോഫാഗസ്. ഓക്കെ, മൈർമെക്കോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്സ്, പ്രാണികളെയും അതേപോലെ ഇൻസെക്ട്സിനെയും ബേസിക്കലി ലൈക്ക് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. ദേ പ്രൈമർലി കൺസ്യൂം ബഗ്സ് ആൻഡ് ടെർമൈറ്റ്സ്. സോ ബേസിക്കലി അത് അവരുടെ ഫീച്ചറാണ്. ദേ ആർ മൈർമെക്കോഫാഗസ് ആൻഡ് ദേ ലിവ് ഇൻ എ വെറൈറ്റി ഓഫ് ഡ്രൈ ആൻഡ് മോയിസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് ടോൾ ഗ്രാസ്ലാൻഡ് വെർ ബോൾഡേഴ്സ്, സ്കാറ്റേർഡ് ഷ്രബ്സ് ആൻഡ് ട്രീസ് പ്രൊവൈഡ് ഷെൽട്ടർ. ഡ്രൈ മോയിസ്റ്റ് ഫോറസ്റ്റിലും ടോൾ ഗ്രാസ് ലാൻഡ്സും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇവർ ബേസിക്കലി ജീവിക്കുന്നത്. ബെയർ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ഇവർക്ക് മരമൊക്കെ കയറാൻ കഴിവുള്ള ആൾക്കാരാണ് പൊതുവെ ബെയർസ് എല്ലാം. ഈ ഹണി കുടിക്കാനൊക്കെ ബേസിക്കലി പോകുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മളൊക്കെ പണ്ടത്തെ കാർട്ടൂണിലൊക്കെ പഠിക്കുന്ന കുറേ ബെയർസ് ഉണ്ട്, ബാലുക്കരടി മുതൽ ഒരുപാട് ബെയർസ് ഉണ്ട്. സോ ഇവരിങ്ങനെ മരത്തിലൊക്കെ കയറുന്ന ആൾക്കാരാണ്. സോ ചെറിയ ഇൻസെക്ട്സിനെ ഇതിനൊക്കെ കഴിക്കും. സോ വി ക്യാൻ കോൾ ദം ടു ബി ഒമ്നിവോറസ് ആണ്. അതായത് അവർ ചെറിയ പ്ലാന്റ്സും അങ്ങനെ സാധനങ്ങളും ഒരു പരിധിവരെ കഴിക്കുകയും ചെയ്യും, ബെറി പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും. എന്നാൽ ആനിമൽസിന് ചെറിയ ഇൻസെക്ട്സ് പോലുള്ള സാധനങ്ങളും കഴിക്കും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഗ്രസീവ് ആനിമൽ ഇൻ സബ് കോണ്ടിനെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ വൺ ഓഫ് ദി മോസ്റ്റ് അഗ്രസീവ്. അതായത് പൊതുവെ ഈ കാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്, കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ആനിമൽ ഈ കടുവയോ പുലിയോ അല്ല, അതിനേക്കാൾ ഡേഞ്ചറസ് ആണ് ബെയർ എന്ന് പറയുന്നത്. ബെയർ ആക്ച്വലി അവർ 2 കാലിൽ നിന്ന് ഇങ്ങനെ വീശി അടിക്കുത്ര കൈ കൊണ്ട്, ഭയങ്കര പവർഫുൾ ആയിരിക്കും, അവരുടെ നെയിൽ ഭയങ്കര ഷാർപ്പും ആയിരിക്കും. അപ്പോൾ ലൈക്ക് ദേ ആർ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദി ഡേഞ്ചറസ് ആനിമൽ. ലോകത്തിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക, അതുപോലെ ഭൂട്ടാനിലും ഒരുപക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക, ഭൂട്ടാൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക നമ്മളവരെ ഹിമാലയൻ റീജിയൻസിലൊക്കെ കൂടുതലായി കാണാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ശ്രദ്ധിക്കണേ. ഇന്ത്യയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. സോ ബേസിക്കലി സെൻട്രൽ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ ഭാഗത്താണ് നോർമലി കാണാൻ പറ്റുക എന്നുള്ള കാര്യം. ദേ ആർ നോട്ട് ജനറലി സീൻ ഇൻ ജമ്മു കാശ്മീർ ആൻഡ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പൊതുവെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അത് ലൈക്ക് തെറ്റായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു വെച്ചേക്കാം, നോർത്ത് ഈസ്റ്റിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ റീജിയനിലും പൊതുവെ അവരെ കാണുവാൻ നമുക്കങ്ങനെ സാധിക്കാറില്ല. ആൻഡ് വി ഹാവ് എ പ്രൊജക്ട് സ്ലോത്ത് ബെയർ. 2025 വന്ന പ്രൊജക്ട് സ്ലോത്ത് ബെയർ ഉണ്ട്. അതുപോലെ വി ഹാവ് എ ദാറോജി സ്ലോത്ത് ബെയർ സാങ്ച്വറി. സ്ലോത്ത് ബെയറിന് വേണ്ടി ഒരു സാങ്ച്വറിയും ഇന്ത്യയിലുണ്ട്. ദാറ്റ് ഇസ് ഇൻ കർണാടക. ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്ലോത്ത് ബെയർ സാങ്ച്വറി ഇൻ ഏഷ്യ. ഏഷ്യയിലെ ആദ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, സ്ഥലം പേര് നോക്കുക, ദാറോജി സ്ലോത്ത് ബെയർ സാങ്ച്വറി, കർണാടക. കർണാടകയിൽ ഇങ്ങനെ ഒരുപാട് ഡെഡിക്കേറ്റഡ് സാങ്ച്വറീസ് ഉണ്ട് ഓരോ ആനിമൽസിന് വേണ്ടിയിട്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോത്ത് ബെയർ. നെക്സ്റ്റ് സ്പീഷീസ് മസ്ക് ഡിയർ ആണ്. മസ്ക് ഡിയർ നമ്മൾ മലയാളത്തിൽ കോമൺലി മറ്റൊരു പേരിൽ ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, കസ്തൂരി മാൻ എന്ന് പറയുന്നത്. അപ്പോൾ കസ്തൂരി മാൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? അതിന് ഫ്രേഗ്രൻസ് വരുന്ന സോക്കോൾ കസ്തൂരി അല്ലെങ്കിൽ മസ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ അവരുടെ ബോഡിയിൽ ഒരു മസ്ക് ഗ്ലാൻഡ് ഉണ്ട്. ആ മസ്ക് ഗ്ലാൻഡിൽ നിന്നാണ് ബേസിക്കലി ഈ സ്മെല്ല്, ഈ പറയുന്ന സോക്കോൾ കസ്തൂരി എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ കസ്തൂരി മാൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് കാണിക്കാം. ദിസ് ഈസ് മസ്ക് ഡിയർ.
നോർമൽ ഡിയറിൽ നിന്ന് കുറച്ച് 1-2 വ്യത്യാസമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്, അവർക്ക് കനൈൻ ടീത്ത് കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ലൈക്ക് മറ്റേ സീലിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കനൈൻ ടീത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നോർമലി മറ്റ് മാനുകളിൽ നമുക്ക് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയ കനൈൻ ടീത്ത് കാണാൻ പറ്റില്ല. മറ്റത് മാനിൻ്റെ പോലെ ആൻഡ്ലേഴ്സ് ഇല്ല, അല്ലെങ്കിൽ കൊമ്പ് നമുക്ക് പൊതുവെ ഇവർക്ക് കാണാൻ സാധിക്കില്ല. ആ 2 വ്യത്യാസം ബേസിക്കലി ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. ആൻഡ് മസ്ക് ഡീർ കൺസർവേഷൻ ഏരിയയെ പറ്റി UPSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്ക് ഡീർ എന്തുകൊണ്ടാണ് ന്യൂസിൽ വരാൻ കാരണം? ഓക്കെ, വൈ ഇറ്റ് വാസ് ഇൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ പ്രൊജക്ട് കോൾഡ് ആസ് ഹിമാലയൻ മസ്ക് പ്രൊജക്ട്. അതായത് മസ്ക് ഡീറിന്റെ കൺസർവേഷന് വേണ്ടിയിട്ടും അവരുടെ ലൈക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാം നമുക്ക് സക്സസ്ഫുള്ളി ലൈക്ക് നമ്മളത് ലോഞ്ച് ചെയ്തെങ്കിലും നമുക്ക് സക്സസ്ഫുള്ളി ആ പ്രോഗ്രാം റൺ ചെയ്യിക്കാനോ സ്റ്റാർട്ട് ചെയ്യിക്കാനോ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് ദർ വാസ് ലാക്ക് ഓഫ് ഫൗണ്ടർ സ്റ്റോക്ക് ഇല്ല. ഫൗണ്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ അവരുടെ റീപ്രൊഡക്ഷൻ നടത്തി അവരെ ലൈക്ക് ആ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിയൽ ആയ രീതിയിലുള്ള ഒരു മെയിൽ ഫീമെയിൽ സ്പീഷീസ് വേണം. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള അങ്ങനെയുള്ള മെയിൽ ഫീമെയിൽ ലൈക്ക് ആനിമൽസിന്റെ നമുക്ക് ഓർഗൻസിന്റെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ പ്രോഗ്രാം ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. നോക്കുക, ദി സെൻട്രൽ സൂ അതോറിറ്റി ഹാസ് റിവീൽഡ് ദാറ്റ് നോ ബ്രീഡിംഗ് പ്രോഗ്രാം ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യൻ സൂസ് ഫോർ ദി കൺസർവേഷൻ ഓഫ് മസ്ക് ഡിയർ ഡെസ്പൈറ്റ് ദി 1982 ഹിമാലയൻ മസ്ക് പ്രൊജക്ട്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, പക്ഷെ പ്രൊജക്ട് ബേസിക്കലി അത് റണ്ണിങ് ആയി തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ഫൗണ്ടർ സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ബേസിക്കലി അതുകൊണ്ടാണ് മസ്ക് ഡിയർ ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ നോക്കാം. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം എൻഡേഞ്ചർഡ് ആണ്, WPA ഷെഡ്യൂൾ 1 ആണ്, സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. ഓക്കെ, IUCN ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, എൻഡേഞ്ചർഡ് ആണ്, ഷെഡ്യൂൾ 1, അപ്പൻഡിക്സ് 1. അവരുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് മസ്ക് ഗ്ലാൻഡ്സ് ആൻഡ് ടീത്ത്. പറഞ്ഞല്ലോ, കനൈൻ ടീത്ത്, ലോങ് കനൈൻ ടീത്ത് ഉണ്ട്, അതുപോലെ ഒരു മസ്ക് ഗ്ലാൻഡ് ഉണ്ട്. സോ ബേസിക്കലി ആ മസ്ക് ഗ്ലാൻഡ് അവരുടെ ജെനൈറ്റൽസിനും ലൈക്ക് നമ്മൾ അവരുടെ ആ വയറിനും അതുപോലെ ജെനൈറ്റലിനും ഏരിയയുടെ നടുക്കായിട്ടാണ് ബേസിക്കലി ഒരു മസ്ക് ഗ്ലാൻഡ് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇവർക്കുള്ള ഈ ഫ്രേഗ്രൻസ് വരുന്നത് അത്ര. ആൻഡ് ദേ ആർ മാൻ ഫാമിലി ആയതുകൊണ്ട് ഹെർബിവോൾസ് ആണ്. ആൻഡ് ദേ ലൈക്ക് മാൻ പൊതുവെ ചാടിപ്പോകുന്നല്ലേ പറയാം. ദേ ക്യാൻ ജംപ് അപ് ടു 6 meters ടു ഇവേർഡ് പ്രെഡേറ്റേഴ്സ്. 6 മീറ്റർ വരെ ചാടാൻ പറ്റും. യുണീക്ക് വിത്ത് ഫാങ്സ് ആൻഡ് വിത്തൗട്ട് ആൻറ്റ്ലേഴ്സ്. ഫാങ്സ് എന്ന് പറഞ്ഞാൽ ആ പല്ലുകളാണ്. അതേപോലെ വിത്തൗട്ട് ആൻറ്റ്ലേഴ്സ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം, കൊമ്പില്ല. ലൈഫ് സ്പാൻ ഒരു 10 to 14 years വരെയൊക്കെയാണ് മസ്ക് ഡിയറിന്റെ ലൈഫ് സ്പാൻ വരെ. ആൻഡ് അവരുടെ സ്വഭാവശേഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സോളിറ്ററി ഷൈ ആനിമൽ, ഒറ്റയ്ക്ക് നടക്കുന്ന നാണംകുണിയായ ഷൈ ആയ ആനിമലാണ്. ദേ ആർ ക്രെപ്പസ്കുലർ. ക്രെപ്പസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെപ്പസ്കുലർ ആ ടേം ഒന്ന് ഓർത്ത് വയ്ക്കണേ. അതായത് ഈ നമ്മൾ സന്ധ്യാസമയം എന്ന് പറയുമല്ലോ, 2 ലൈക്ക് മലയാളത്തിൽ നമ്മൾ പറയും പ്രഭാത സന്ധ്യ, പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. മോർണിംഗ് ടൈമിലുള്ള ഡോൺ ഡസ്ക് എന്ന് പറയുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ 2 ടൈം പീരീഡ്, അതായത് ട്വൈലൈറ്റ് വരുന്ന സമയത്ത്, അതായത് എക്സ്ട്രീം ഡാർക്കും അല്ല എക്സ്ട്രീം ഡേയും അല്ലാത്ത ടൈം പീരീഡിലാണ് ഇവരുടെ മേജർ ആക്ടിവിറ്റീസ് വരുന്നത്. സോ ദേ ആർ ക്രെപ്പസ്കുലർ. And during the day, it hides in dense cover and shy and secretive. At night, emerges to feed in more open habitat. Day ടൈമിൽ ബേസിക്കലി എന്താണ്, അവർ ഒളിച്ച് സേഫായ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും. നൈറ്റ് ടൈമിലാണ് ബേസിക്കലി അവർ ഓപ്പൺ ഹാബിറ്റാറ്റിലേക്കൊക്കെ കുറച്ചുകൂടി ഇറങ്ങുക. പക്ഷെ കൂടുതൽ ആക്റ്റീവ് ആ പറയുന്ന ഡോൺ ഡസ്ക് ടൈം പീരീഡിലാണ്. ആൻഡ് ഇവർക്കും ദേ ഹാവ് എ ഡിസ്റ്റിങ്റ്റീവ് ബൗണ്ടിങ്. എങ്ങനെയാണ്? ടെറിട്ടറി മാർക്കിംഗ് ഉണ്ട്. ടെറിട്ടറി മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ സോ കോൾഡ് മസ്ക് വെച്ചിട്ടുള്ള സെൻഡ് മാർക്കിംഗ് ആണ് പറയുന്നത്. സെൻഡ് മാർക്കിംഗ്, സെൻഡ്. ആൻഡ് ഓൾസോ നോൺ ആസ് വൈറ്റ് ബെല്ലീഡ് മസ്ക് ഡിയർ ഓർ കോമൺലി കസ്തൂരി മൃഗ. ഓക്കെ, കസ്തൂരി മൃഗ ഇൻ നേപ്പാളി ആൻഡ് ലാ ഇൻ ടിബറ്റൻ ലാംഗ്വേജ്. എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക? ഹിമാലയാസ് ഓഫ് നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന. പൊതുവെ ആ ഹിമാലയാസിന്റെ ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ ഫൂട്ട് ഹിൽസ്, അധികം എലവേഷൻ ഇല്ലാത്ത ഹിമാലയാസിന്റെ ഭാഗത്താണ് കോമൺലി കാണാൻ പറ്റുക. ഇൻ ഇന്ത്യ ഇറ്റ് ഇൻഹാബിറ്റേറ്റ്സ് ദി പാർട്ട് ഓഫ് കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, നോർത്തേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്, സിക്കിം ആൻഡ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ബേസിക്കലി ആ ഒരു സ്ഥലത്താണ് കാണുന്ന ഒരു ഐഡിയ വേണം. ആൻഡ് എസ്പെഷ്യലി അവരെ പറ്റിയുള്ള അവർക്ക് കൺസർവേഷന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയ 2 സാങ്ച്വറീസ് അവരെ കാണുന്ന കൂടുതലായിട്ട് കാണുന്ന സാങ്ച്വറീസ് ആണ്. ഒന്ന് കേദാർനാഥ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മറ്റൊന്ന് അസ്കോട്ട് മസ്ക് ഡിയർ സാങ്ച്വറി. സോ ബേസിക്കലി ഇത് UPSC മുമ്പ് ചോദിച്ചത് ഒരു 4 സാങ്ച്വറീസിന്റെ പേര് തന്നിട്ട് ഇതിൽ എവിടെയൊക്കെയാണ് ഹിമാലയൻ മസ്ക് ഡിയറിനെ കാണാൻ പറ്റുക ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവർ ആ ഹിമാലയാസിന്റെ ഹിമാലയ മസ്ക് ഡിയറിനെ എവിടെ കാണാൻ പറ്റുന്നത് ചോദിച്ചത്. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ ഒരു ഹിമാലയൻ ഫൂട്ട് ഹിൽസിന്റെ ഭാഗത്ത് വരുന്നതാണ് ഇവരെ കാണാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുള്ള സാങ്ച്വറീസിലാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് സാങ്ച്വറി ഏതൊക്കെയാണെന്ന് നമുക്കൊരു സാങ്ച്വറി ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു ഈ പറഞ്ഞ കേദാർനാഥും അസ്കോട്ട് മസ്ക് ഡിയർ സാങ്ച്വറി.
ഈ അസ്കോട്ട് സാങ്ച്വറി ആ കൊല്ലം പിന്നെയും ന്യൂസിലുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ വന്ന കൊല്ലം അവിടെ വേസ്റ്റ് ഡംപിങ്ങുമായി ബന്ധപ്പെട്ട് ന്യൂസിലുണ്ടായിരുന്നു. സോ ബേസിക്കലി അങ്ങനെ കണക്ട് ചെയ്തിട്ട് UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്പീഷീസ്, മസ്ക് ഡിയർ. ഓക്കെ, മസ്ക് ഡിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ സീ റിഗാർഡിങ് ബാക്ട്രിയൻ ക്യാമൽ. 2 ഹമ്പുള്ള ബാക്ട്രിയൻ ക്യാമൽ. ബാക്ട്രിയൻ ക്യാമൽ എന്തുകൊണ്ടായിരുന്നു ന്യൂസിൽ എന്നുള്ളത് നിങ്ങൾക്ക് ബേസിക്കലി ഐഡിയ ഉണ്ടാവുമല്ലോ. ബാക്ട്രിയൻ ക്യാമൽ ന്യൂസിൽ വന്നത് ഒരു പക്ഷേ നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. റിപ്പബ്ലിക് ഡേ പരേഡിൽ ബേസിക്കലി വി ഹാവ് ദി ബാക്ട്രിയൻ ക്യാമൽ. റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മൾ ഈ തവണ ആർമിയുടെ ആനിമൽ കണ്ടിജൻസിയുടെ ഒരു ഫ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബേസിക്കലി ബാക്ട്രിയൻ ക്യാമൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും നല്ല സ്കിൻ കവർ ഉണ്ട്, 2 ഹമ്പ് ഉണ്ട്. നോർമൽ ക്യാമലിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, സോ ബാക്ട്രിയൻ ക്യാമൽ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ലഡാക്ക് റീജിയൻ, അതായത് ലോ ടെമ്പറേച്ചറുള്ള ആ കോൾഡ് ഡെസേർട്ട് റീജിയനിലാണ് ബേസിക്കലി കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ന്യൂസ് നോക്കുക? 2 ബാക്ട്രിയൻ ക്യാമൽസ് നെയ്മഡ് ഗാൽവൻ ആൻഡ് നൂബ്ര will feature അല്ല, ബേസിക്കലി ഫീച്ചേർഡ് ആണ്. ഫീച്ചേർഡ് ഇൻ ദി റിപ്പബ്ലിക് ഡേ പരേഡ് 2026 ഓൺ കർത്തവ്യ പഥ് ആസ് പാർട്ട് ഓഫ് ആർമീസ് ആനിമൽ കണ്ടിൻജന്റ്. സോ ഗാൽവൻ, നൂബ്ര, ഈ 2 പേരുകൾ നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കുമല്ലോ. ഗാൽവൻ, നൂബ്ര എന്നുള്ള 2 പേരുകൾ ബേസിക്കലി എന്താണ്? വാലീസ് ആണ്. ഗാൽവൻ വാലിയും നൂബ്ര വാലിയും, ആ പേരുകളാണ് ഇവർക്ക് ഇട്ടിട്ടുള്ളത്. ഈ ബാക്ട്രിയൻ ക്യാമലിനെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ ഈ സിൽക്ക് റൂട്ടുള്ള സമയത്തൊക്കെ ബേസിക്കലി ട്രേഡിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നു. ഇതിൽ വൈൽഡ് ബാക്ട്രിയൻ ക്യാമൽ ഉണ്ട്. വൈൽഡ് ബാക്ട്രിയൻ ക്യാമൽ ഇസ് ബേസിക്കലി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. WPL ഇതുവരെ എക്സ്പ്ലിസിറ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടില്ല. സൈറ്റ്സിലെ അപ്പൻഡിക്സ് 1 ആണ്. ഇവരെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ഹംസ് ഉണ്ട്. നമ്മൾ ആ ഇമേജ് കണ്ടതാണ്. 2 ഹംസ് ഉണ്ട്, സിംഗിൾ ഹംസ് അല്ല. ആൻഡ് നമുക്കറിയാം റിഗാർഡിങ് ദിസ് ക്യാമൽസിന്റെ ഹംസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് ടു സ്റ്റോർ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കുക സ്റ്റോർ വാട്ടർ എന്നാണ്. വാട്ടർ അല്ല, ഫാറ്റ് ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. സോ ബേസിക്കലി അവർക്ക് ഫുഡ് കിട്ടാത്ത ടൈം പീരീഡിലായാലും ദേ ക്യാൻ യൂസ് ദാറ്റ് ഫാറ്റ്. സോ അവർക്ക് ആ ഫുഡ് സെക്യൂരിറ്റി കൺസേൺസ് വരുന്ന സമയത്തും ഇവർക്ക് എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹമ്പ് എന്നുള്ള സംഭവമുണ്ട്. ദേ ഹാവ് ഹൈ ടോളറൻസ് ടു കോൾഡ് കണ്ടീഷൻസ്. അവർക്ക് ആ വിന്റർ കോട്ട് പോലെ കോട്ട് നമ്മൾ കണ്ടല്ലോ, ഈ കോട്ട് ബേസിക്കലി അവർക്ക് അവിടെയുള്ള ആ വിന്റർ കോൾഡ് കണ്ടീഷൻസിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്ത് പോകാൻ, രക്ഷപ്പെട്ടു പോകാനായിട്ട് ബേസിക്കലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ഹൈ വാട്ടർ എഫിഷ്യൻസി. വാട്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 35 gallons ഓഫ് വാട്ടർ ഒറ്റ ഇരിപ്പിന് കുടിക്കാൻ പറ്റുന്ന പറയുന്നത്. കൺസ്യൂംസ് 35 gallons ഓഫ് വാട്ടർ അറ്റ് വൺസ് ആൻഡ് സേഫ്ലി കൺസ്യൂം സലൈൻ വാട്ടർ അവൈലബിലിറ്റി ടു അൺഅവൈലബിൾ ടു മോസ്റ്റ് ആനിമൽസ്. അതായത് അവിടെയുള്ള സലൈൻ വാട്ടർ വരെ അവർക്ക് കുടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നോർമൽ ക്യാമലിനെ പോലെ തന്നെ അവിടെ കാണുന്ന തോണി ആയിട്ടുള്ളതോ ബിറ്റർ ആയിട്ടുള്ളതോ സലൈൻ ആയിട്ടുള്ളതോ ഡെസേർട്ട് വെജിറ്റേഷൻ അവർക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ദേ ഹാവ് ലോട്ട് ഓഫ് ഡെസേർട്ട് adaptation as well, and they are considered to be flagship and umbrella species. Flagship and the umbrella എന്താ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. ഡൗട്ട് ഉള്ളവർക്ക് പ്ലീസ് ഗോ ത്രൂ ദാറ്റ് വീഡിയോ. ഇനി ഇവരുടെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ ജനറലി സോളിറ്ററി, ഒറ്റയ്ക്ക് നടക്കുന്ന ആൾക്കാരാണ്. മോസ്റ്റ്ലി നക്ടേണൽ ആണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആൻഡ് എവിടെയാണ് നോർമലി കാണാൻ പറ്റുക? ആ ഹിമാലയാസിന്റെ തണുപ്പുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. മംഗോളിയ, ചൈന, കസാക്കിസ്ഥാൻ ആ ഭാഗങ്ങളിലും സെൻട്രൽ ഏഷ്യ ഭാഗത്തുമാണ് കോമൺലി കാണാൻ പറ്റുക. ഇന്ത്യയിൽ എവിടെയാണ് കാണാൻ പറ്റുക? ലഡാക്ക്, നൂബ്ര വാലിക്കടുത്ത് ലഡാക്ക് ആ ഭാഗത്താണ് നോർമലി കാണാൻ പറ്റുക. സോ ആ കോൾഡ് ഡെസേർട്ട് ഭാഗത്ത് കാണുന്ന ക്യാമലാണ് ദിസ് ബാക്ട്രിയൻ ക്യാമൽ. ഓക്കെ, ബാക്ട്രിയൻ ക്യാമൽ കഴിഞ്ഞാൽ വിൽ സീ റിഗാർഡിങ് ഇന്ത്യ ഗ്രേ വൂൾഫ്. വൂൾഫിന്റെ ഫാമിലിപ്പെട്ട ആളാണ്. ഇന്ത്യൻ ഗ്രേ വൂൾഫ് എന്നാണ് കോമൺലി പറയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ ഗ്രേ വൂൾഫ് നോക്കിക്കഴിഞ്ഞാൽ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. ഓക്കെ, ഇന്ത്യൻ ഗ്രേ വൂൾഫ്, IUCN റെഡ് ലിസ്റ്റ് ലീസ്റ്റ് കൺസേൺ, WPA ഷെഡ്യൂൾ 1, സൈറ്റ്സ് അപ്പൻഡിക്സ് 1. അപ്പോൾ ന്യൂസിൽ വരാൻ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ബേസിക്കലി ഈ ഗ്രേ വൂൾഫിനെ കൺസേർവ് ചെയ്യുന്ന പല പല റീജിയൻസ് ഉണ്ട്. അതുപോലെ ഈ മഹാരാഷ്ട്രയിലെ കദ്ബൻവാദി ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞ റീജിയനിലും ഈ പറയുന്ന പോലെ ഗ്രേ വൂൾഫ് ധാരാളം ഉണ്ട്. പക്ഷെ ആ റീജിയൻസിൽ ബേസിക്കലി ഇവരുടെ പോപ്പുലേഷൻ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പോപ്പുലേഷൻ കുറയാനുള്ള കാരണം അല്ലെങ്കിൽ ഡിക്ലൈൻ ആവാനുള്ള കാരണം പുറത്തുനിന്ന് വരുന്ന ഫ്രീ റേഞ്ചിങ് ഡോഗ്സ്, നമ്മുടെ ഈ പറയുന്ന സോ കോൾഡ് മേ ബി നമ്മൾ ഈ സ്ട്രേ ഡോഗ്സ് ഒക്കെ എന്ന് പറയുന്ന പോലെ ഫ്രീ റേഞ്ചിങ് ഡോഗ്സ് ഇവിടെ വരികയും ഈ ഫ്രീ റേഞ്ചിങ് ഡോഗ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കാരണം ഇവരുടെ പോപ്പുലേഷൻ കുറയാണ്. കാരണം ഡോഗ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരെന്നുള്ള സൂണോട്ടിക് ഡിസീസ് എന്താണെന്ന് അറിയാലോ, ആനിമൽസിൽ പകരുന്ന ഡിസീസാണ് സൂണോട്ടിക് ഡിസീസ്. അപ്പോൾ സൂണോട്ടിക് ഡിസീസ് സ്പ്രെഡ് ആവുന്നു.
അതേപോലെ ഇവർ തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്തിട്ട് ബേസിക്കലി സ്പീഷീസ് ഡൈലൂഷൻ, ജനറ്റിക് ഡൈലൂഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് ത്രെറ്റ് സംഭവിച്ച റിസൾട്ടായിട്ട് ഗ്രേ വോൾഫ് ന്യൂസിലുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ന്യൂസിലുണ്ടായിരുന്നു ഗ്രേ വോൾഫ്. കഴിഞ്ഞ കൊല്ലം UP-യിൽ there was a ഓപ്പറേഷൻ കോൾഡ് as ഓപ്പറേഷൻ ഭേദിയ. ഓപ്പറേഷൻ ഭേദിയ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ സ്പീഷീസുമായി ബന്ധപ്പെടുത്തി ഒരു ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക സ്പീഷീസ് കൺസർവേഷന് വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ സ്പീഷീസ് കൺസർവേഷന് വേണ്ടിയിട്ടല്ല. ലൈക്ക് ഈ ഗ്രേ വോൾഫിന്റെ പോപ്പുലേഷൻ കൂടിയിട്ട് അത് ആൾക്കാർക്ക് ത്രെറ്റായിട്ട് ആൾക്കാരെ ഗ്രേ വോൾഫിൽ നിന്ന് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓപ്പറേഷൻ ഭേദിയ. അപ്പോൾ അങ്ങനെയും കഴിഞ്ഞ കൊല്ലം മീൻസ് 2024 ആ ടൈം പീരീഡിൽ ന്യൂസിലുണ്ടായിരുന്നു. ഇവരെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, മീഡിയം ഇൻ സൈസ്, ചെറിയ ആൾക്കാരാണ്, ഷോർട്ടർ ഫർ ആണ്, ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളറൊക്കെയാണ് ഒരു മേജർലി വരുന്നത്. ഹെയർസ് ആർ ഗ്രിസിൽ വിത്ത് ബ്ലാക്ക് സ്പോട്ട്സ് ആൻഡ് എ ഡാർക്ക് വി ഷേപ്ഡ് പാച്ച് അറൌണ്ട് ദി ഷോൾഡേഴ്സ്. നോക്കുക, ഷോൾഡറിൽ ലിംബായിട്ട് വി ഹാവ് എ വി കളർ പാച്ച് എന്നാണ് പറയുന്നത്, ഷോൾഡേഴ്സിന്റെ ഭാഗത്തും ലിംസിന്റെ ഭാഗത്തുമായിട്ട്. ആൻഡ് they have an excellent sense of smell and often sniffs the air to locate prey. Sense of smell വെച്ചിട്ടാണ് ഇവരുടെ മേജർ ആക്ടിവിറ്റീസ് എല്ലാം. നോക്ടേണൽ ആണ്, സോഷ്യൽ സ്പീഷീസ് ആണ്. വൂൾഫ് അങ്ങനെയാണല്ലോ, പാക്ക് ആയിട്ട് നടക്കുന്നത് പറയാം, പാക്ക് ഓഫ് വൂൾഫ് എന്നല്ലേ പറയാം. 6 to 8 ആനിമൽസിന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് ഇവർ ബേസിക്കലി നടക്കുന്നത്. ആൻഡ് വൂൾഫിന്റെ കേസിൽ നമുക്കറിയാം, വൂൾഫ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നുണ്ടാവും, വൂൾഫ് ബേസിക്കലി ഹൗളിങ്ങിന്റെ ആൾക്കാരാണ്. ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ അവർ കൂവും, രാത്രിയാകുമ്പോൾ വൂൾഫ് ഓരിയിടും എന്ന് പറയുമല്ലോ. സോ അങ്ങനെയുള്ള വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവർക്കും ഉണ്ട്. ആൻഡ് ടെറിട്ടറീസ് ഒക്കെ ബേസിക്കലി വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കമ്പയർഡ് ടു അതർ വൂൾ സ്പീഷീസ് വെച്ച് മുമ്പ് ഇവർ ലെസ് വോക്കലാണ്, അത്രത്തോളം ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. ആൻഡ് ദേ ആർ ഒബ്വിയസ്ലി കാർണിവോഴ്സ്. ആന്റിലോപ്സിലും റോഡൻസിലും ഹെയർസിലും ഒക്കെയാണ് ബേസിക്കലി ഹണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആനിമൽസ് കാണുന്ന റീജിയനാണ് ബേസിക്കലി കാണാൻ പറ്റുക. സ്ക്രബ് ലാൻഡ്സ്, സെമി ആരിഡ് ഗ്രാസ് ലാൻഡ്സ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാണാൻ പറ്റുക. യൂഷ്വലി ഏഷ്യയുടെ ഭാഗങ്ങളിൽ ഫ്രം ഇസ്രായേൽ ടു ഈസ്റ്റ്, ഇന്ത്യ വരെ, ഇസ്രായേലിന്റെ ഭാഗം തൊട്ട് ഓൾമോസ്റ്റ് ഇന്ത്യ വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സതേൺ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഭാഗത്തൊക്കെ കാണാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഈസ്റ്റേൺ ഗട്ട്സ്, സെൻട്രൽ ഇന്ത്യ എല്ലായിടത്തും നോർമലി കാണാൻ പറ്റുന്നതാണ് ഈ വൂൾഫ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വി ഹാവ് എ ഡെഡിക്കേറ്റഡ് സാങ്ച്വറി ഫോർ വൂൾസ് ആസ് വെൽ. വൂൾസിന് നമുക്കൊരു ഡെഡിക്കേറ്റഡ് സാങ്ച്വറി ഉണ്ട്. വൂൾസിനുള്ള ഡെഡിക്കേറ്റഡ് സാങ്ച്വറിയുടെ പേരാണ് ബംഗപ്പൂർ വൂൾസ് സാങ്ച്വറി. ബംഗപ്പൂർ വൂൾ സാങ്ച്വറി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വൂൾ സാങ്ച്വറി. കർണാടകയിലുള്ള ബംഗപ്പൂർ വൂൾ സാങ്ച്വറി. നമ്മൾ ഓൾറെഡി ദാരോജി സ്ലോത്ത് ബെയർ സാങ്ച്വറിയെ പറ്റി പറഞ്ഞു, അതും കർണാടകയിലാണ്. ഈ ബംഗപ്പൂർ വൂൾ സാങ്ച്വറി എവിടെയാണ്? ദാറ്റ് ഈസ് ഓൾസോ ഇൻ കർണാടക. ഇതാണ് ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ഇതല്ലാതെ ഇന്ത്യൻ വൂൾഫും ഉണ്ട്, അത് ബേസിക്കലി ഗ്രേ വൂൾഫിന്റെ സബ് സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗ്രേ വൂൾഫും കൂടി ഒന്ന് നോക്കണം. അടുത്ത സ്പീഷീസും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ സ്വന്തം സ്പീഷീസ് ആണ്. ദാറ്റ് ഈസ് ദ ലയൺ ടെയിൽ മക്കോക്ക്. നമ്മൾ മലയാളത്തിൽ പറയുന്ന സിംഹവാലൻ കുരങ്ങ്. എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. എസ്പെഷ്യലി കേരള റീജിയൻസിലൊക്കെ ഒരുപാട് കാണുന്ന ആളാണ്. നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ബ്ലാക്ക് ഫറാണ് അവരുടെ ബോഡിയിൽ കാണുന്നത്. അവരുടെ ടെയിൽ ലോങ് ആണ്. മറ്റേ സിംഹത്തിൻ്റെ പോലെ ലൈക്ക് ടെയിലൊക്കെ ദേ ഹാവ് എ ടഫ്റ്റ്, TUFT ടഫ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതേപോലെ തന്നെ ദേ ഹാവ് എ വൈറ്റ് ബേർഡ്, ഒരു മെയിൻ പോലെ, നമ്മൾ സിംഹത്തിൻ്റെ സട പോലെ തന്നെ ഒരു വൈറ്റ് ബേർഡ് പോലെ വൈറ്റ് പാച്ചസ് അവരുടെ ബോഡിക്ക് ചുറ്റുമുണ്ട്. നോർമലി കേരളത്തിലെ ഫോറസ്റ്റുകൾ പല ഭാഗത്തും കാണാൻ പറ്റും. ആൻഡ് ലൈക്ക് വി ക്യാൻ സീ. ഓക്കെ, സോ ഇഫ് യു സീ റിഗാർഡിംഗ് ദിസ് ലയൺ ടെയിൽ മക്കോക്ക്, IUCN റെഡ് ലിസ്റ്റ് പ്രകാരം എൻഡേഞ്ചർ ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സിലും അപ്പൻഡിക്സ് 1 ആണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ന്യൂസിൽ വരാൻ കാരണം? 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലയൺ ടെയിൽ മക്കോക്കിന്റെ പോപ്പുലേഷൻ ഹ്യൂമൻ ഏരിയസിലേക്ക്, അതായത് ഹ്യൂമൻ ഹാബിറ്റാറ്റ്സ് ഉള്ള റീജിയനിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഹ്യൂമൻ ഹാബിറ്റാറ്റ്സിലൊക്കെ ആ റീജിയനിലേക്ക് കൂടുതലായി വരാൻ കാരണം ബേസിക്കലി അവർ ഫുഡ് അന്വേഷിച്ച് വരുന്നതാണ്. അപ്പോൾ അത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഇലക്ട്രോക്യൂഷൻ, ഈ ഫെൻസിങ് വഴി നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി അടിച്ചിട്ടൊക്കെ അവരെന്നെ ഡെത്ത് ആവുന്ന കേസുകൾ വരുന്നുണ്ട്. 2, there is a ശരാവതി ലയൺ ടെയിൽ മക്കോക്ക് സാങ്ച്വറി. ശരാവതി വൈൽഡ് ലയൺ ടെയിൽ മക്കോക്ക് സാങ്ച്വറി, ഇതും കർണാടകയിലാണ്. സോ അവിടെ ബേസിക്കലി കർണാടക ഗവൺമെന്റ് കുറെ പ്രൊജക്ട്സ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ലൈക്ക് കർണാടക ഹൈക്കോർട്ട് ബേസിക്കലി അത് ബാൻ ചെയ്തു. അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, അത് ബാൻ ചെയ്തു. അങ്ങനെയും ന്യൂസിൽ വന്നിരുന്നു. എന്തൊക്കെയാണ് അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഫിഗർ കാണുമ്പോൾ, ഇമേജ് കാണുമ്പോൾ കുറെ ഐഡിയ കിട്ടുന്നുണ്ടാവും. ബ്ലാക്ക് ബോഡി, സിൽവർ വൈറ്റ് മെയിൻ ലൈക്ക് ലയൺ ആൻഡ് ടോൾ ടെയിൽ വിത്ത് ടഫ്റ്റ്. ബർത്ത് റേറ്റ് കുറവാണ്. ഓൾസോ നോൺ ആസ് ബേർഡ് ഏപ്പ്, താടിയുള്ള കാരണം ബേർഡ് ഏപ്പ് എന്ന് പറയുന്നു, ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെയിൻ. ക്യാരക്ടറിസ്റ്റിക്സ് അറിയാലോ, കുരങ്ങനാണ്. അപ്പോൾ അതുകൊണ്ട് അർബോറിയൽ ആയിരിക്കും. ട്രീ കാനോപ്പീസിലാണ് മേജർലി ജീവിക്കുന്നത്.
ഡയേണൽ ആണ്. അത് ഓർത്ത് വയ്ക്കുന്നത്, ഡയേണൽ ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ UPSC 3 ആനിമൽസിന്റെ പേര് തന്നു. ഒന്ന് സാമ്പാർ ഡിയർ, മറ്റൊന്ന് സിവറ്റ്, മലബാർ സിവറ്റ്, നമ്മുടെ മരപ്പട്ടി എന്ന് പറയുന്ന ആൾ മലബാർ സിവറ്റ്, 3 ലയൺ ടെയിൽ മക്കോക്ക്. ഇതിലേതൊക്കെയാണ് നൊക്ടേണൽ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. ഏതൊക്കെയാണ് നൊക്ടേണൽ? ഇത് 2 നൊക്ടേണലാണ്. ലയൺ ടെയിൽ മക്കോക്ക് എന്താ? ഡയേണൽ ആണ്. അങ്ങനെ ചോദിച്ചിരുന്നു. ഓക്കെ, സോ ഇറ്റ്സ് ഡയേണൽ. ഡയേണൽ മീൻസ് ഡേ ടൈമിലായിരിക്കും കൂടുതൽ ആക്റ്റീവ്, നൈറ്റ് ടൈമിലും കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ തന്നെ സോഷ്യൽ ആനിമലാണ്, കൂട്ടമായിട്ടാണ് നടക്കുക. ഓക്കെ, ദ ലിവ് ഇൻ ഗ്രൂപ്പ്സ് 30 to 40 ആനിമൽസ്. ആൻഡ് ഇറ്റ് ഇസ് പോളിഗൈനസ്. പോളിഗൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഒരു മെയിലിന് തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇവരുടെ സിഗ്നിഫിക്കൻസ്, ദിസ് ഇസ് ദി ഓൺലി മക്കേക്ക് സ്പീഷീസ് ഇൻ വിച്ച് മെയിൽസ് യൂസ് ലൗഡ് കോൾസ് ടു മാർക്ക് ടെറിട്ടോറിയൽ ബൗണ്ടറീസ്. ടെറിട്ടോറിയൽ ബൗണ്ടറീസ് മാർക്ക് ചെയ്യാനായിട്ട് ലൈക്ക് കോൾസ്, സൗണ്ട് വെച്ചിട്ട് ടെറിട്ടോറിയൽ ബൗണ്ടറീസ് മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു മക്കോക്ക് സ്പീഷീസ് ആണ്. ഒംനിവോറസ് ആണ്, കൂടുതലും ഫ്രൂട്ട്സ് ആണ് കഴിക്കുക, പക്ഷേ ഇൻസെക്ട്സിനെയും ചെറിയ വെർട്ടിബ്രേറ്റ്സിനെയും കഴിക്കും. സോ ദേ ആർ ഒംനിവോറസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ദേ ആർ ഓൾസോ കീ സീഡ് ഡിസ്പേഴ്സർ. ലൈക്ക് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ എക്സ്ക്രിയേറ്റ് വഴിയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി സീഡ് ഡിസ്പേഴ്സ് ചെയ്യാനും മേജർ റോൾ കളിക്കുന്ന ആൾക്കാരാണ്. വെസ്റ്റേൺ ഗട്ട്സിലാണ് ഇന്ത്യയിൽ ആകപ്പാടെ ഉള്ളൂ. ഇന്ത്യയിലല്ല, ലോകത്തും ബേസിക്കലി അവിടെ തന്നെയാണ് മേജർലി കാണുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ഭാഗത്താണ് കാണുന്നത്. ട്രോപ്പിക്കൽ, അപ്പോൾ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക? ട്രോപ്പിക്കൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ, മോൺസൂൺ ഫോറസ്റ്റ് റീജിയനിലാണ് കാണാൻ പറ്റുക. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ സതേൺ പാർട്ട്, കർണാടക, കേരള, തമിഴ്നാട്, ഇവിടെ മാത്രമേ ഉള്ളൂ. കർണാടക, കേരള, തമിഴ്നാട്. മെയിൻ ലൊക്കേഷൻ ആനമലൈ ഹിൽസ്, നെല്ലിയാമ്പതി, സൈലന്റ് വാലി, അവിടെയാണ് ഏറ്റവും കൂടുതൽ. നിലമ്പൂർ, ഷോളയാർ, ഗവി, ശബരിമല, കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുള്ള പേരുകൾ പറയുന്ന പോലെയുണ്ട്. ശബരിമല ഇസ് എ കൾച്ചറൽ സ്പേസ്. ദെൻ വള്ളിമലൈ, വാൽപ്പാറൈ, അഗുംബെ പോലുള്ള സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. ആൻഡ് കൺസർവേഷന് വേണ്ടിയിട്ട് വി ഹാവ് ദി ശരാവതി ലയൺ ടെയിൽ മക്കോക്ക് സാങ്ച്വറി ഇൻ കർണാടക. ശരാവതി റിവർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരുണ്ട്? ലയൺ ടെയിൽ മക്കോക്ക്. പിന്നെ ബേസിക്കലി നമ്മുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി മറ്റൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് ദി സ്മോൾ കാറ്റ്സ്. നമ്മൾ ബിഗ് കാറ്റ് എന്ന് പറയുന്ന കാറ്റ് ഉണ്ടല്ലോ, ബിഗ് കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലയൺ, ടൈഗർ, ലെപ്പേർഡ് പോലുള്ള ബിഗ് കാറ്റ്സ് ഉണ്ട്. സ്മോൾ കാറ്റ്സ്, നമ്മൾ വീടുകളിൽ കാണുന്ന പൂച്ചയുടെ സൈസ് വരുന്ന ചെറിയ കാറ്റ്സും ഉണ്ട്, വൈൽഡ് കാറ്റ്സ് ഉണ്ട്. ഈ സ്മോൾ കാറ്റ്സിനെ ഈ ടൈഗർ ലാൻഡ്സ്കേപ്പിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഒരു 10ഓളം സ്പീഷീസ് ഓഫ് സ്മോൾ കാറ്റ്സ് ഉണ്ട്. ആ എല്ലാ സ്മോൾ കാറ്റ്സും നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ 2 സ്മോൾ കാറ്റ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സ്മോൾ കാറ്റും ബിഗ് കാറ്റും തമ്മിലുള്ള മേജർ വ്യത്യാസം, അവരുടെ സൈസിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഹണ്ടിങ് അതൊക്കെ വ്യത്യാസമുണ്ട്. മറ്റൊരു വ്യത്യാസം പറയുന്നത് അവരുടെ ഈ ത്രോട്ടിലുള്ള ബോണാണ്. ത്രോട്ടിലുള്ള ബോൺ, ആ ബോൺ നമ്മുടെ ബിഗ് കാറ്റ്സിന് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതങ്ങനെ ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ റോർ. സ്മോൾ ക്യാറ്റിന് അത് ഭയങ്കര റിജിഡാണ്. സോ അതുകൊണ്ടാണ് അവർക്ക് ലൈക്ക് ഈ നമ്മുടെ വീടുകളിലുള്ള പൂച്ചയിൽ വെറുതെ നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക, ഒരു മർമറിങ് സൗണ്ട് എപ്പോഴും ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ത്രോട്ടിലുള്ള ബോൺ നമ്മുടെ സ്മോൾ ക്യാറ്റ്സിന് റിജിഡാണ്, ബിഗ് ക്യാറ്റ്സിന് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെ നമുക്ക് 2 സ്മോൾ ക്യാറ്റ്സ് നോക്കാം. അതിലൊന്നാമത്തെ ആളാണ് ഫിഷിംഗ് ക്യാറ്റ്. ഫിഷിംഗ് ക്യാറ്റ് എന്നാണ് പേര്. ഫിഷിംഗ് ക്യാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഉറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. മീനുള്ള സ്ഥലത്താണല്ലോ അവരുണ്ടാവുക. അപ്പോൾ മാംഗ്രോവ്സ്, ഡെൽറ്റാസ്, എസ്റ്റുറീസ്, വെറ്റ്ലൻഡ്സ്, സ്വാംസ് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും കൂടുതൽ ഇവരെ കാണുന്നത്. ഈ ഫിഷിംഗ് ക്യാറ്റിനെ പറ്റി ന്യൂസിൽ വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷിംഗ് ക്യാറ്റിന് ഫേമസ് ആയ ഒരു സാങ്ച്വറി ഉണ്ട്. ദാറ്റ് ഇസ് ദി കൊരിങ്ക സാങ്ച്വറി. കൃഷ്ണയുടെ തീരത്തായിട്ട് ആന്ധ്രാപ്രദേശിൽ വരുന്നതാണ് കൊരിങ്ക സാങ്ച്വറി. ഈ കൊരിങ്ക സാങ്ച്വറിയിൽ ഫിഷിംഗ് ക്യാറ്റിനെ പറ്റി പഠിക്കാനായിട്ട് കോളറിംഗ് പ്രൊജക്ട് വന്നിരുന്നു. അതായത് ഫിഷിംഗ് ക്യാറ്റ്സിനെ കോളേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ ഗ്രോത്ത്, അവരുടെ ഹെൽത്ത്, അവരുടെ മൂവ്മെന്റ് ഇതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അരിക്കൊമ്പനൊക്കെ ഒരു കോളറൊക്കെ ഇട്ട് പോയത് ഓർമ്മയില്ലേ, ചീറ്റാസിന് ഇട്ടിരുന്നു. അതേപോലെ കോളറിംഗ് പ്രൊജക്ട്. സോ അത് ബേസിക്കലി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്കിലും ബേസിക്കലി എന്താണ് ഈ പറയുന്ന പോലെ വി ഹാവ് എ ഗുഡ് പോപ്പുലേഷൻ ഓഫ് ഫിഷിംഗ് ക്യാറ്റ് എന്ന് പറഞ്ഞ ന്യൂസും വന്നിരുന്നു. IUCN റെഡ് ലിസ്റ്റ് പകരം വൾണറബിൾ ആണ്. WPA ഷെഡ്യൂൾ 1 സൈറ്റ്സ് അപ്പൻഡിക്സ് 2 ആണ്. അപ്പോൾ ഇവർ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമലി വീട്ടിൽ കാണുന്ന ഹൗസ് ക്യാറ്റിനെ വെച്ച് നോക്കുമ്പോൾ ദേ ആർ കമ്പാരിറ്റീവ്ലി ഡബിൾ ദ സൈസ്. നോർമലി നമ്മൾ വീടുകളിൽ കാണുന്ന ക്യാറ്റ് പൂച്ചകളുടെ ഇരട്ടി വലിപ്പം ഉണ്ടാവും, വലുതാണ്. സോ ഫിഷിംഗ് ക്യാറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നീന്താൻ കഴിവുണ്ടാവും. ദേ ആർ ഗുഡ് സ്വിമ്മേഴ്സ്. സ്വിം ചെയ്ത് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഓൾസോ ദേ ക്യാൻ ഡൈവ് ടു ക്യാച്ച് ഫിഷ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഡൈവ് ചെയ്ത സമയത്ത് ഇവരുടെ ബോഡിയിൽ കോട്ട്, ഈ ഫർ കോട്ട് ആക്ച്വലി 2 ലെയർ ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവർ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തും ഇവരുടെ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കും. ഓക്കെ, ഈ 2 കോട്ട് വരുന്നതാണ്, സ്കിൻ ഈസ് ഓൾമോസ്റ്റ് ഡ്രൈ. ആൻഡ് അതേപോലെ തന്നെ ഹാവ് ക്ലോസ് സെറ്റ് ഓഫ് ഐസ്. അപ്പോൾ വെള്ളത്തിനടിയിൽ ഇങ്ങനെ കൃത്യമായി പ്രേരണ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ഇയേഴ്സ് ആണ് വെള്ളത്തിനടിയിൽ വെള്ളം കയറാതിരിക്കാൻ. അതേപോലെ അവരുടെ ഫീറ്റിൽ ദേ ഹാവ് സ്മോൾ വെബിങ് ആസ് വെൽ. ഈ ലൈക്ക് വെള്ളത്തിൽ നിന്ന് ഇറക്കുന്ന ജീവികൾക്ക് വെബിങ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെറിയ വെബിങ് ഉണ്ട്. സോ അതേപോലെ ഫിഷ് പിടിക്കാനും വെള്ളത്തിൽ ജീവിക്കാനും വെൽ അഡാപ്റ്റഡ് ആണ് ഇവരുടെ ബോഡി. ആൻഡ് ദേ വിൽ ബി ബ്രീഡിങ് ഓൾ ഇയർ റൗണ്ട്. പീക്ക് ബ്രീഡിംഗ് ടൈം മാർച്ച് മെയ് ആണ്. ആൻഡ് പൂച്ച വി നോ ദാറ്റ് ദേ ആർ നൊക്ടേണൽ ആൻഡ് ക്രെപ്പസ്കുലർ. നൈറ്റിലും ഈ ട്വലൈറ്റുള്ള സമയത്താണ് ഇവരുടെ മേജർ ഹണ്ടിങ്ങും ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത്. ആൻഡ് ദേ ആർ ഹൈപ്പർ കാർണിവോഴ്സ്. ഹൈപ്പർ കാർണിവോഴ്സ് മീൻസ് ലൈക്ക് ദേ ഗെറ്റ് 70% ഓഫ് ന്യൂട്രീഷൻ ഫ്രോം മീറ്റ്. ഈ പറയുന്ന പോലെ മീനും ക്രാബും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. ഫിഷ്, ഫ്രോഗ്, ക്രസ്റ്റേഷ്യൻസ്, സ്നേക്സ്, ബേർഡ്സ് ആൻഡ് ഓൾസോ എ ബിറ്റ് ഓഫ് സ്കാവഞ്ചിങ് ആസ് വെൽ. വലിയ ഓർഗാൻസിന്റെ ഡെഡ് മാറ്റർ അതിൽ നിന്നും അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കാണാൻ പറ്റുക? ഞാൻ പറഞ്ഞത് വെറ്റ്ലൻഡ് റീജിയനിലാണ് കാണാൻ പറ്റുക. മാംഗ്രോവ് ഫോറസ്റ്റ്, സ്വാം ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റുക. ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, ജാവ, പാകിസ്ഥാൻ, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്ത് നോർമലി കാണാൻ പറ്റും. ഇന്ത്യയിലെ മാംഗ്രോവ് റീജിയൻ, എസ്പെഷ്യലി സുന്ദർബൻ റീജിയൻ, ഡെൽറ്റായിക് റീജിയൻ, ഗംഗ ബ്രഹ്മപുത്ര വാലീസ് റീജിയൻ, വെറ്റ്ലൻഡ് റീജിയൻ, അങ്ങനെ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവരുടെ കൺസർവേഷന് വേണ്ടിയിട്ട് വി ഹാവ് എ ഫിഷിംഗ് കാറ്റ് കൺസർവേഷൻ അലയൻസ്. ആൻഡ് ദേ ആർ ഓൾസോ ദി സ്റ്റേറ്റ് ആനിമൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ സ്റ്റേറ്റ് ആനിമലുമാണ്. ആൻഡ് ദേ ആർ ഓൾസോ ലൈക്ക് ഫിഷിംഗ് കാറ്റ് കൺസർവേഷൻ അലയൻസ് എന്ന് പറഞ്ഞൊരു അലയൻസും ബേസിക്കലി അങ്ങനെ ഒരു ലൈക്ക് ഒരു ഇവരെ കൺസർവേഷൻ ആയിട്ട് ഗ്ലോബൽ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള അലയൻസും ഉണ്ട്. ഫിഷിംഗ് കാറ്റ് പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയി പഠിക്കേണ്ട ഈ വർഷം ന്യൂസിൽ വന്ന മറ്റൊരു കാറ്റ് സ്പീഷീസ് ആണ് കാരക്കൽ. CARCAL, കാരക്കൽ. ഒറ്റടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ കാണുന്ന ഒരു കോമിക് ഫേസ് പോലെയൊക്കെ ഉണ്ട്. നോർമലി കാറ്റിൻ്റെ ബോഡിയാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഹിൻഡ് ലിംസ് ലോങ്ങർ ആണ് അല്ലെ, ബാക്കിലത്തെ കാലുകൾ നീളം കൂടുതലാണ്. ഫേസിലാണ് ഇവരെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ഇവരെ ചെവി നോക്ക് പോയിന്റഡിൽ ദേ ഹാവിങ് എ ബ്ലാക്ക് ഒരു സ്കിൻ ലൈക്ക് ഇങ്ങനെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ മുഖത്തിൻ്റെ വൈറ്റ് പാച്ചസും ഈ പറയുന്ന പോലെ ഒരു ബ്ലാക്ക് പാച്ചസും കാണാൻ പറ്റുന്നതാണ് കാരക്കൽ. ആൻഡ് നിങ്ങൾ സറൗണ്ടിങ് റീജിയൻ നോക്ക്, ഡെസേർട്ട് പോലെയാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈ, ആരിഡ്, സെമി ആരിഡ് റീജിയൻസിലാണ് ബേസിക്കലി കാണുന്നത്. സോ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. സോ ഇവര് ലൈക്ക് റീസെന്റ് വി വർ ഏബിൾ ടു ഡിസ്കവർ ദം ഇൻ റാംഗർ ഇൻ ജയ്സാൽമർ ഇൻ രാജസ്ഥാൻ. സോ ഡെസേർട്ട് റീജിയനിലാണ് കാണുന്നത്. അപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗത്തായിരിക്കും കോമൺലി കാണുന്നുണ്ടാവുന്നൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ബാക്കിയുള്ള ഫോറസ്റ്റ് റീജിയനിൽ കാണുന്നതല്ല. ഫിസിക്കൽ കറക്ഷൻ നോക്കാം. സോളിഡ് ബിൽഡ്, ലോങ് ലെഗ്സ്, ഷോർട്ട് ഫേസ്, ടഫ്റ്റഡ് ഇയേഴ്സ്. ആ ഒരു രോമമുള്ള ഇയേഴ്സ് ആണ്. ആൻഡ് ആഫ്രിക്കയിലും കാരക്കലുണ്ട്. ലൈക്ക് ദേ ക്യാൻ ഗോ അപ്പ് ടു 31 inches ലെങ്ത് വരെയൊക്കെ പോവാം. അങ്ങനത്തെ ലെങ്ത് ഒന്നും നിങ്ങൾ എക്സാക്ട്ലി പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദേ ഹാവ് ബ്ലാക്ക് ടഫ്റ്റ് ഓൺ ഇറ്റ്സ് ഇയേഴ്സ്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഫീച്ചർ. ചെവിയിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു സോക്കോൾ എന്താ പറയുക, ഒരു രോമത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഹെയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് എ കാറ്റ്സ് ഫർ ഈസ് ജനറലി എ റെഡ് ടാൻ ഓഫ് സാൻഡ്. ആൻഡ് ചില കാരക്കലിന് ലൈക്ക് ഈ പറയുന്ന പോലെ ബ്ലാക്ക് കളറിലും കാണാൻ പറ്റും. യൂഷ്വലി ഈ പറയുന്ന സാൻഡിൻ്റെ കളർ തന്നെയാണ്. ദേ ഹാവ് ഡാർക്ക് ലൈൻസ് ആൻഡ് വൈറ്റ് സ്പോട്ട്സ് ഇൻ നോസസ് ആൻഡ് ഐസ്. അത് നമ്മൾ പറഞ്ഞു. ഫർ ചെറുതാണ്, കാരണം ചൂടുള്ള സ്ഥലത്താണല്ലോ കാണുന്നത്. ആൻഡ് ബാക്ക് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ഫ്രണ്ട്. ബാക്ക് ലെഗ്സ് ലോങ്ങർ ദാൻ ഫ്രണ്ട് ആകുമ്പോൾ ബേസിക്കലി അവർക്ക് കൂടുതൽ ദൂരം ലീപ്പ് ചെയ്യാൻ പറ്റും, ചാടാൻ പറ്റും എന്നാണ് അർത്ഥം. സോ ദേ ആർ റിമാർക്കബിൾ ജമ്പേഴ്സ്. ഒരു 3 meter വരെയൊക്കെ ഒറ്റ ചാട്ടത്തിൽ ചാടി എത്താൻ പറ്റും. ഒരു 50 miles per hour വരെയൊക്കെ സ്പീഡിൽ ഓടാനും പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ കണ്ട് ചെയ്ത് പിടിക്കാനുണ്ടാവുള്ളൂ. അതിനെ മിസ് ചെയ്യാതെ അവർ ഓടിപ്പിടിക്കും. ആൻഡ് ഓൾസോ റെഫേർഡ് ആസ് ഡെസേർട്ട് ലിൻ. ഡെസേർട്ട് ലിൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ക്ലോസ് റിലേറ്റഡ് ടു ആഫ്രിക്കൻ ഗോൾഡൻ കാറ്റ്. ഇന്ത്യയിൽ കോമൺലി ഇവർ അറിയപ്പെടുന്ന പേരുണ്ട്. ഇൻ ഇന്ത്യ ദേ ആർ കോമൺലി കോൾഡ് ആസ് സിയാഘോഷ്. സിയാഘോഷ്, ആ ടേം ഓർത്ത് വെച്ചിരിക്കണേ. സിയാഘോഷ് എന്നുള്ള പേരാണ് അറിയപ്പെടുക. സിയാഘോഷ് ഒരു പേർഷ്യൻ ടൈമാണ്. ബ്ലാക്ക് ഇയർ എന്നാണ് അർത്ഥം, കറുത്ത ചെവി. ദേ ആർ ഓൾസോ നൊക്ടേണൽ ആൻഡ് ചെറിയ ഗ്രൂപ്പായിട്ടൊക്കെയാണ് ജീവിക്കുക. ലൈക്ക് ഷൈ ആണ്. അവരെ ലൈക്ക് സ്പോർട്ട് ചെയ്യാനൊക്കെ ഇത്തിരി ടഫാണ്. അപ്പോൾ പല എൻവയോൺമെന്റിലും കാണാൻ പറ്റും. മേജർലി കാണുന്നത് സെമി ഡെസേർട്ട്, അതേപോലെ തന്നെ ഗ്രാസ് ലാൻഡ് റീജിയൻ അല്ലെങ്കിൽ ഡെസേർട്ട് റീജിയനിലാണ് കാണാൻ പറ്റുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി റെയിൻഫോൾ കുറവുള്ള ഡ്രൈ ഏരിയാസിലാണ് ജീവിക്കുന്നത്.
ലോകത്തിലെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്രിക്ക, സെൻട്രൽ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആ ഭാഗത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ റീജിയനാണ് നോർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ അധികം സ്പീഷീസ് ഒന്നുമില്ല, അധികം എണ്ണമൊന്നുമില്ല. അധികം ആനിമൽ സ്പീഷീസ് ലൈക്ക് ആനിമൽ ഓർഗാനിസിൻ്റെ നമ്പറൊക്കെ കുറവാണ്, പോപ്പുലേഷൻ കുറവാണ്. ഒരു 50-ന് ഉള്ളൂ. എവിടെയാണ്? പ്രൈമർലി രാജസ്ഥാൻ, ഗുജറാത്ത്. ഇതാണ് നമ്മുടെ കാരക്കൽ എന്ന് പറയുന്ന സ്പീഷീസ്. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതാണെന്ന് ക്ലിക്ക് ചെയ്യാത്തൊരു നെയിമാണ്. അപ്പം അങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പം ഇത്രയാണ് പാർട്ട് 2-ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് ടെറസ്ട്രിയൽ ആനിമൽസ് ദാറ്റ് വെർ ഇൻ ന്യൂസ് ഇൻ ലാസ്റ്റ് ഇയർ. ഇനിയുണ്ട് സ്പീഷീസ് ഇൻ ന്യൂസ്. നമുക്കിനി ബേർഡ്സ് പഠിക്കാനുണ്ട്, ലൈക്ക് reptiles, fishes, and also plants, which we'll be doing in another videos. So that's it. All the best. Keep learning.